നിങ്ങൾ ഇന്നലെ രാത്രി കണ്ട സ്വപ്നം ഓർമ്മയുണ്ടോ? മിക്കവാറും ഉണ്ടാവില്ല. നമ്മളെല്ലാവരും ഉറങ്ങുന്നു, സ്വപ്നം കാണുന്നു. പക്ഷേ ആ സ്വപ്നത്തിൽ വെച്ച് ഒരു സ്വപ്നമാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയാലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്നു. താഴേക്ക് ചാടി മരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ പെട്ടെന്നൊരു ചിന്ത വരുന്നു. നിൽക്ക്, ഇതെൻ്റെ സ്വപ്നമല്ലേ? ഇതെനിക്ക് മരിക്കാൻ കഴിയില്ലല്ലോ. ആ നിമിഷം ഒരൊറ്റ ചിന്ത മതി നിങ്ങൾക്ക് ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൺട്രോളിലാക്കാൻ. പിന്നെ നിങ്ങൾ താഴേക്ക് വിടില്ല. സൂപ്പർമാനെ പോലെ പറന്നുയരും. ഇത് ഹോളിവുഡ് സിനിമയല്ല, ഇതാണ് ലൂസിഡ് ഡ്രീമിംഗ്, ഉറക്കത്തിൽ ബോധം വരുന്ന അവസ്ഥ. സാധാരണ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ വെറും പ്രേക്ഷകരാണ്. സിനിമ കാണുന്നത് നമ്മളത് കണ്ടിരിക്കുന്നു. എന്നാൽ ലൂസിഡ് ഡ്രീമിങ്ങിൽ നിങ്ങൾ സംവിധായകനാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യത്തേക്ക് പോകാം, ഇഷ്ടമുള്ള സെലിബ്രിറ്റിയെ കാണാം, ആകാശത്തിലൂടെ പറക്കാം. എന്തിന്, മരിച്ചുപോയ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ പോലും ഇതിലൂടെ കഴിയും. ഇതെങ്ങനെ ചെയ്യും? ഇത് അപകടമാണോ? ഇൻസെപ്ഷൻ സിനിമയിലെ പോലെ സ്വപ്നത്തിൽ കുടുങ്ങി പോകുമോ? ഇത് ടോക്കിയോട്രോണിക്സിൽ നമ്മൾ വലിയൊരു യാത്ര പോവുകയാണ്. ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യ ലൂസിഡ് ഡ്രീം കാണാൻ സാധിക്കും. വെൽക്കം ടു ദി വേൾഡ് ഓഫ് ഡ്രീംസ്. ആദ്യം ഇതിൻ്റെ സയൻസ് മനസ്സിലാക്കണം, എന്നാൽ ഇത് വർക്കാകും. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറ് മൊത്തത്തിൽ ഓഫാവുകയല്ല ചെയ്യുന്നത്. പ്രധാനമായും രണ്ട് തരം ഉറക്കമാണുള്ളത്: REM സ്ലീപ്പ് ആൻഡ് നോൺ REM സ്ലീപ്പ്. REM എന്ന് വെച്ചാൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. നോൺ REM സ്ലീപ്പ് എന്ന് വെച്ചാൽ ശരീരം റിപ്പയർ ചെയ്യുന്ന സമയം. ഈ സമയത്ത് സ്വപ്നങ്ങൾ കുറവായിരിക്കും. അടുത്തതാണ് REM സ്ലീപ്പ്. ഇവിടെയാണ് മാജിക് നടക്കുന്നത്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് ഏകദേശം 90 മിനിറ്റ് കഴിയുമ്പോഴാണ് സംഭവിക്കുന്നത്. നമ്മുടെ കൺപീലികൾ വേഗത്തിൽ ചലിക്കും, നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും. ഇവിടെയാണ് നമ്മൾ സിനിമ പോലത്തെ സ്വപ്നങ്ങൾ കാണുന്നത്. സാധാരണ സ്വപ്നത്തിൽ നമ്മുടെ തലച്ചോറിലെ ലോജിക് സെൻറ്ററായ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഓഫ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ആന ആകാശത്തിലൂടെ പറക്കുന്നത് കണ്ടാലും മരിച്ച ഒരാളെ നേരിട്ട് കണ്ടാലും നമുക്ക് അത്ഭുതം തോന്നാത്തത്. എന്നാൽ ലൂസിഡ് ഡ്രീമിങ്ങിൽ സംഭവിക്കുന്നത് ഇതാണ്: നിങ്ങളുടെ ശരീരം ഗാഢനിദ്രയിലായിരിക്കും. പെട്ടെന്ന് നിങ്ങളുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് സ്വിച്ച് ഓൺ ആകും, ലോജിക്ക് വർക്ക് ചെയ്യും. അല്ല, ആന പറക്കില്ലല്ലോ, അപ്പോൾ ഇതൊരു സ്വപ്നമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. അവിടെ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ വരുന്നു. ടിബറ്റൻ ബുദ്ധമത സന്യാസിമാർ ആയിരക്കണക്കിന് വർഷങ്ങളായി ഡ്രീം യോഗ എന്ന പേരിൽ ഇത് പരിശീലിക്കുന്നുണ്ട്. അവർക്കത് മോശത്തിനുള്ള വഴിയാണെങ്കിലും നമുക്കിത് വിനോദത്തിനുള്ള വഴിയാണ്. ലൂസിഡ് ഡ്രീം കാണാൻ രാത്രി കിടന്നുറങ്ങിയാൽ മാത്രം പോരാ. പകൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് രാത്രി ഫലം നൽകുന്നത്. രണ്ട് മെയിൻ സ്റ്റെപ്പുകളാണ് ഉള്ളത്. സ്റ്റെപ്പ് 1, ഡ്രീം ജേണൽ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്നലെ കണ്ട സ്വപ്നം ഓർമ്മയുണ്ട്? രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരുവിധ എല്ലാ സ്വപ്നങ്ങളും നമ്മൾ മറന്നുപോകും. സ്വപ്നം ഓർമ്മയില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ലൂസിഡ് ഡ്രീം കാണാൻ സാധിക്കും? അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ബുക്ക് നിങ്ങളുടെ അടുത്ത് വെക്കുക. രാവിലെ എഴുന്നേറ്റ് ഉടനെ ഫോൺ നോക്കുന്നതിന് മുൻപ് അതിൽ സ്വപ്നത്തിൽ കണ്ട ഓർമ്മയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങളുടെ തലച്ചോറിന് മനസ്സിലാകും സ്വപ്നം വിലപ്പെട്ടതാണ്. നിങ്ങൾ ഒരാഴ്ച ചെയ്താൽ നിങ്ങൾ ഡ്രീം റീകോൾ ശക്തിപ്പെടും. സ്റ്റെപ്പ് 2, റിയാലിറ്റി ചെക്ക്. ഇതാണ് ഏറ്റവും പ്രധാനം. ഇൻസെപ്ഷൻ സിനിമയിൽ ലിയോണാർഡോ ഡികാപ്രിയോ ഒരു പമ്പരം കറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് വീണില്ലെങ്കിൽ സ്വപ്നം, വീണാൽ യാഥാർത്ഥ്യം. ഇതാണ് റിയാലിറ്റി ചെക്ക്. നിങ്ങൾ പകൽ സമയത്ത് ഇടയ്ക്കിടെ സ്വയം ചോദിക്കണം, ഞാനിപ്പോൾ സ്വപ്നത്തിലാണോ? അത് വെറുതെ ചോദിച്ചാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. അതിനെളുപ്പമുള്ള 3 വഴികൾ ഇതാണ്. കൈകളിലേക്ക് നോക്കുക. നിങ്ങളുടെ കൈപ്പത്തിയിലേക്ക് നോക്കി വിരലുകളുടെ എണ്ണം എണ്ണുക. യാഥാർത്ഥ്യത്തിൽ അത് 5 ആയിരിക്കും. പക്ഷെ ഡ്രീംസിൽ ഒരിക്കലും നിങ്ങളുടെ വിരലുകളുടെ എണ്ണം കൃത്യമായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 6 വിരലുകൾ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ വിരലുകളുടെ നീളം കൂടിപ്പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ വിരലുകൾ ഉരുകിപ്പോകും. രണ്ടാമത്തത്, മൂക്ക് അടച്ചു പിടിക്കുക. വായയും മൂക്കും അടച്ചു പിടിച്ച് ശ്വാസം വിടാൻ നോക്കുക. റിയൽ ലൈഫിൽ പറ്റില്ല, പക്ഷെ ഡ്രീംസിൽ നിങ്ങൾക്ക് ശ്വാസം വിടാൻ പറ്റും. 3, സമയം നോക്കുക. വാച്ചിൽ സമയം നോക്കുക, മുഖം തിരിക്കുക, വീണ്ടും നോക്കുക. സ്വപ്നത്തിൽ സമയം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇത് ദിവസവും നിങ്ങൾ 20 തവണയെങ്കിലും ചെയ്യുക. ഈ ശീലം നിങ്ങളുടെ തലച്ചോറിൽ പതിഞ്ഞാൽ ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ നിങ്ങളിത് ചെയ്യും. കൈവിരലുകൾ എണ്ണുമ്പോൾ അതിൽ 6 എണ്ണം കാണും. ആ നിമിഷം ബൂം, നിങ്ങൾ ലൂസിഡ് ആകും. റിയാലിറ്റി ചെക്ക് ചെയ്യുന്നത് ഒരു വഴിയാണ്, പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടണം. അതിന് 2 ശാസ്ത്രീയമായ വഴികളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ടെക്നിക്ക് 1, വേക്ക് ബാക്ക് ടു ബെഡ്. ഇതാണ് ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത്. രാത്രി 5 മണിക്കൂർ അലാറം വെച്ച് കിടന്നുറങ്ങുക. ഉദാഹരണത്തിന് രാത്രി 11 മണിക്ക് ഉറങ്ങിയാൽ 4 മണിക്ക് എഴുന്നേൽക്കുക. എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ ഉണർന്നിരിക്കുക. ഈ സമയത്ത് ഫോൺ നോക്കരുത്. സ്വപ്നങ്ങളെക്കുറിച്ച് വായിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക. വീണ്ടും പോയി കിടക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ REM സ്ലീപ്പിലേക്ക് സ്വിച്ച് ആകും. നിങ്ങളുടെ മനസ്സ് ഉണർന്നിരിക്കാൻ സാധ്യത കൂടുതലാണ് ഈ സമയത്ത്. ടെക്നിക് 2, വേക്ക് ഇനീഷ്യേറ്റഡ് ലൂസിഡ് ഡ്രീം. ഇതാണ് അല്പം കടുപ്പമുള്ളത്. ഇൻസെപ്ഷൻ രീതിയാണിത്. ഉറക്കത്തിൽ നിന്ന് ഉണരാതെ ഉണർവിൽ നിന്ന് നേരിട്ട് സ്വപ്നത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയാണിത്. വേക്ക് ബാക്ക് ടു ബെഡ് ചെയ്ത ശേഷം കിടക്കയിൽ അനങ്ങാതെ കിടക്കുക. കണ്ണുകൾ അടച്ച് മനസ്സിനെ ഉണർത്തി നിർത്തുക. ശരീരം ഉറങ്ങാൻ അനുവദിക്കുക. കുറച്ച് കഴിയുമ്പോൾ കണ്ണിന് മുന്നിൽ നിറങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശബ്ദങ്ങൾ കേൾക്കാം, പേടിക്കരുത്. ഇത് ശരീരം ഉറങ്ങാൻ പോകുന്നതിന് സൂചനയാണ്. പതുക്കെ നിറങ്ങളുടെ രൂപമായി മാറും. നിങ്ങൾ ആ സീനിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഈ രീതിയിൽ പോയാൽ
സ്വപ്നം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ലൂസിഡ് ആയിരിക്കും. പക്ഷേ ഇതിലൊരു അപകടമുണ്ട്, സ്ലീപ്പ് പാരാലിസിസ്. ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് സ്ലീപ്പ് പാരാലിസിസ്. ഒരു പക്ഷേ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകും. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു, കണ്ണു തുറക്കാൻ പറ്റും, ചുറ്റും കാണാം, പക്ഷെ നിങ്ങൾക്ക് അനങ്ങാൻ സാധിക്കില്ല. നെഞ്ചിലാരോ കയറിയിരിക്കുന്നത് പോലെ ഭാരം, തൊണ്ടയിൽ നിന്ന് ശബ്ദം വരില്ല. പലരും ഈ സമയത്ത് ഒരു ബ്ലാക്ക് ഷാഡോ റൂമിൽ കാണാറുണ്ട്. അതിനെ ഷാഡോ പീപ്പിൾ അല്ലെങ്കിൽ ഹോൾഡ് ഹാഗ് എന്നൊക്കെ വിളിക്കും. ഇത് പ്രേതബാധയാണെന്നാണ് പലർ തെറ്റിയിരിക്കുന്നത്. പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല, ഇതിന് കൃത്യമായ ശാസ്ത്രമുണ്ട്. നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, അതായത് ഓടുന്നു, ചാടുന്നു, ഇതൊക്കെ നമ്മുടെ ശരീരം ചെയ്യാതിരിക്കാൻ വേണ്ടി ബ്രെയിൻ ശരീരത്തെ താൽക്കാലികമായി തളർത്തിയിടും. ഇതാണ് REM അറ്റോണിയ. ഇതാണ് ആ ലോക്ക്. ലൂസിഡ് ഡ്രീമിങ്ങിൽ നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ഉണരും, പക്ഷെ ശരീരം ഇപ്പോഴും ആ ലോക്കിൽ തന്നെ ആയിരിക്കും. ആ ലോക്ക് കഴിയാൻ എടുക്കുന്ന 1 മുതൽ 2 മിനിറ്റാണ് ഈ അവസ്ഥ. നെഞ്ചിലെ ഭാരം, ശ്വാസം കിട്ടാത്ത അവസ്ഥ, ഇതെല്ലാം തലച്ചോറിന് ഒരു കൺഫ്യൂഷൻ മാത്രമാണ്. ഇത് സംഭവിച്ചാൽ എന്ത് ചെയ്യണം? അനങ്ങാൻ ശ്രമിക്കരുത്, അത് ഭയം കൂട്ടും. പകരം കൺപീലുകൾ അനക്കുകയോ വിരലിന്റെ അറ്റം അനക്കാൻ ശ്രമിക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് വലിക്കുക. ഇത് പെട്ടെന്ന് തന്നെ മാറും. എന്തിന്? സ്ലീപ്പ് പാരാലിസിസിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ലൂസിഡ് ഡ്രീമിങ്ങിലേക്ക് പോകാൻ സാധിക്കും. ആ പേടിപ്പെടുന്ന രൂപത്തെ കെട്ടിപ്പിടിക്കാൻ നോക്കൂ, അതൊരു പൂവായി മാറും. ശരി, ഇപ്പോൾ നിങ്ങൾ സ്വപ്നത്തിനുള്ളിലാണ്. നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ സ്വപ്നത്തിലാണെന്ന്. അടുത്ത് എന്ത് ചെയ്യണം? പലപ്പോഴും ഈ സന്തോഷം കാരണം നിങ്ങൾ പെട്ടെന്ന് ഉണർന്നു പോകും, അല്ലെങ്കിൽ സ്വപ്നം മങ്ങിപ്പോകും. അത് തടയാൻ സ്റ്റെബിലൈസേഷൻ ചെയ്യണം. സ്വപ്നത്തിലുള്ള സമയത്ത് നിങ്ങളുടെ 2 കൈകളും തമ്മിൽ ശക്തി ഉരസുക. ആ ചൂടും ഫ്രിക്ഷനും നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങളുടെ സ്വപ്നത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തും. അടുത്തത് സ്പിൻ അറൗണ്ട്. ഇത് നിങ്ങളുടെ സ്വപ്നത്തിലെ ദൃശ്യങ്ങളെ കൂടുതൽ വ്യക്തമാക്കും. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ കൺട്രോളിലാണ്. പറക്കാൻ ചാടി നിൽക്കൂ, നിങ്ങൾ താഴെ വീടില്ല. അയൺമാനെ പോലെ പറക്കാൻ സാധിക്കും. നിങ്ങളുടെ പോക്കറ്റിൽ കൈയിടുക. നിങ്ങൾക്ക് വേണ്ട സാധനം അവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക, അതവിടെ ഉണ്ടാകും. ഇത് വെറും കളിയല്ല. പലരും ഇത് ഉപയോഗിച്ച് അവരുടെ പേടി മാറ്റുന്നുണ്ട്. സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പേടിയുള്ളവർ സ്വപ്നത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നു. കാരണം അവിടുത്തെ അനുഭവം തലച്ചോറിന് റിയലാണ്. അവിടെ കിട്ടുന്ന കോൺഫിഡൻസ് ജീവിതത്തിലും കിട്ടും. പബ്ലിക് സ്പീക്കിംഗ്, സ്പോർട്സ്, പഠനം, ഇതിനെല്ലാം ലൂസിഡ് ഡ്രീമിംഗ് ഉപയോഗിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ 1/3 ഭാഗം നമ്മൾ ഉറങ്ങാനാണ് ചിലവഴിക്കുന്നത്. 60 വർഷം ജീവിക്കുന്ന ഒരാൾ 20 വർഷം ഉറങ്ങുന്നു. ഈ 20 വർഷം വെറുതെ ഇരുട്ടിൽ കളയണം, അതോ ആ സമയം കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യണം? ലൂസിഡ് ഡ്രീമിംഗ് ഒരു അത്ഭുത ലോകമാണ്. അത് നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. ഇന്ന് രാത്രി തന്നെ തുടങ്ങാം. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ കൈകളിലേക്കൊന്ന് നോക്കൂ. അതിലെത്ര വിരലുകളുണ്ട്? നിങ്ങൾ സ്വപ്നത്തിലാണോ? ഉറപ്പാണോ? പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ആദ്യത്തെ ലൂസിഡ് ഡ്രീമിംഗ് അനുഭവം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടെക്നോളജിയുടെയും സയൻസിൻ്റെയും വിസ്മയ ലോകത്ത് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അബി ഫ്രം ടോക്കിത്രോണിക്സ് സൈനിങ് ഓഫ്.